വള്ളവും വലയും മേടിക്കാനൊക്കെ പോവുകയാണല്ലോ കറുത്തമ്മയുടെ ഭാഗ്യം. കറുത്തമ്മ ഇത്ര മുട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ അവൾ ആ ഘട്ടം കടന്നുകൂടി. അവൾ പറയുന്നു, പക്ഷേ രൂപ തികയത്തില്ല. ഞങ്ങൾക്ക് കുറേ രൂപ തരാമോ? എൻ്റെ കയ്യിൽ ഇവിടെ പരീക്കുട്ടി കൈ വളർത്തി കാണിച്ചു. കറുത്തമ്മ ചിരിച്ചു. എന്തിനാ അവൻ്റെ കൊച്ചു മുതലാളിയാണെന്നും പറഞ്ഞ് നടക്കുന്നത്? എന്നാ എന്തിനാ കൊച്ചു മുതലാളിയെന്ന് കറുത്തമ്മ വിളിക്കുന്നേ? പിന്നെന്നാ വിളിക്കാൻ? പരീക്കുട്ടി എന്ന് വിളിക്കണം. കറുത്തമ്മ പരി എന്നോളം ശ്രദ്ധിച്ചു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ആ വീട്ടിലുണ്ടാക്കാൻ പരീക്കുട്ടി ആവശ്യമുണ്ട്. കറുത്തമ്മ ചിരി ഇറക്കിയിട്ട് ഗൗരവം ഭാവിച്ചു. പിന്നെ അവൾ പറഞ്ഞു, ഞാൻ വിളിക്കാത്തില്ല. എന്നാലും ഞാൻ കറുത്തമ്മ വിളിക്കത്തില്ല. വിളിക്കാൻ പോണേ, ഞാൻ വലിയ മരക്കാരത്തിന്ന് വിളിക്കുന്നു. കറുത്തമ്മ പൊട്ടിച്ചിരിച്ചു. പരീക്കുട്ടിയും പൊട്ടിച്ചിരിച്ചു. നീണ്ട ചിരി. എങ്ങനെയായ അവർ അങ്ങനെ ചിരിച്ചു. എന്തോ അടക്കാൻ വയ്യാതെ അവർ ചിരിക്കുകയാണ്. ആട്ടെ, വള്ളവും വലയും മേടിക്കുമോ? വള്ളത്തിനെല്ലാം ഉണ്ടാകുന്ന മീന് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ മരക്കാരത്തി അച്ഛനോട് പറയാമോ? കറുത്തമ്മ പറഞ്ഞു, നല്ല വില തന്നാലും മീൻ തരാം. വീണ്ടും പൊട്ടിച്ചിരി. എന്താണ് ഈ സംസാരത്തിന് ഇത്രയും ചിരിക്കേണ്ടത്? അതൊരു ഫലിതമാണോ? എന്താ പറഞ്ഞാലും മനുഷ്യനെ പൊട്ടിച്ചിരിക്കാനൊക്കെ ചിരിച്ച് കറുത്തമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അവൾ ശ്വാസം മുട്ടി പറഞ്ഞു, എന്നെയും ചിരിപ്പിക്കാതെ കൊച്ചു മുതലാളി. അങ്ങനെ തന്നെ ചിരിപ്പിക്കാതെ എന്ന് പരീക്കുട്ടിയും പറഞ്ഞു. ഓ, എന്തൊരു കൊച്ചു മുതലാളി! പരസ്പരം കിക്കിളി ഉരുട്ടിയതുപോലെ അവർ ചിരിച്ചു. കിക്കിളി ഉരുട്ടിയാൽ കുറെ കഴിഞ്ഞ് ചിരി ഗൗരവമായും കരച്ചിലായും മാറി. അങ്ങനെ കറുത്തമ്മയുടെ മുഖം ചുവന്നു. അവൾ എല്ലാരും വായിക്കുന്ന കേട്ടെ. നല്ല ഇഷ്ടപ്പെട്ടു. എന്നെയും ശ്രദ്ധിച്ച് അവളുടെ ചിരി മാഞ്ഞു. എന്തോ ഒരു തെറ്റ് പരീക്കുട്ടി അറിയാതെ ചെയ്തു. പരീക്കുട്ടി പറഞ്ഞു, കറുത്തമ്മ എന്നെ ചിരിപ്പിച്ചു. ഓ, കറുത്തമ്മ അവളുടെ മാറത്തെ കൈകൊണ്ടൊരു ഗുണച്ചിഹ്നം സൃഷ്ടിച്ചിട്ട് തിരിഞ്ഞു. പെട്ടെന്ന് അവളൊന്നും കുറിച്ചു. അവളെ എടുത്തിരിക്കുന്നത്. എന്താണിത് കൊച്ചു മുതലാളി? കറുത്തമ്മയെ വിളിക്കുന്നു. ചക്കി കിഴക്കോട്ട് കച്ചവടത്തിന് പോയിട്ട് മടങ്ങി വന്നു. കറുത്തമ്മ വീട്ടിലേക്ക് ഓടി. അവൾ രക്ഷപ്പെട്ടാണ് പോയെന്ന് പരീക്കുട്ടി ധരിച്ചു. അയാൾ ഭീഷണനായി. അയാളോട് എന്തോ കയർത്ത് കളിപ്പിച്ചു പറഞ്ഞു. എന്താണ് കറുത്തമ്മയുടെയും തോന്നൽ? അയാളുടെ മനസ്സ് നോവുന്നുണ്ടാകും. ഇങ്ങനെ ഒരിക്കലും അവൾ അയാളുടെ മുമ്പിൽ വെച്ചെന്നെല്ലാം എഴുത്തും വെച്ചും ചിരിച്ചിട്ടില്ല. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ശ്വാസം മുട്ടും പോലെ, ശ്വാസകോശം പൊട്ടിപ്പോകും പോലെ ആയിരുന്നു താൻ നന്നേ നിൽക്കുന്നതെന്ന് കറുത്തമ്മയ്ക്ക് തോന്നി. അദൃശ്യ അയാൾ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. എന്നോളം ഉണ്ടാകാത്ത ഒരു അനുഭവമായിരുന്നു അത്. അപ്പോൾ ആ വേഗത്തിൽ എന്തോ കരളിൽ കൊള്ളുമാർ കലത്തിൽ പറഞ്ഞു വേണ്ടിയുള്ളത്. അവളുടെ ഉത്തരവ്